ഈ സുരേഷ് ഗോപി പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന് ഈ ഭാഷയിൽ ഈ രീതിയിൽ ശരിക്കുള്ള ഒരു പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ വലിയ ഡയലോഗ് നമ്മൾ സിനിമയിൽ അടിക്കുക. അദ്ദേഹത്തിന് രഞ്ജി പണിക്കരെ എഴുതി കൊടുക്കുന്നതാണ്. ഇദ്ദേഹത്തിന് നല്ലൊരു രഞ്ജി പണിക്കരെ വെച്ച് ഞാനിതുകൊണ്ട് പറഞ്ഞു, പരിഹാസമായിട്ട് പറഞ്ഞല്ല. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവില്ലോ. സിനിമയിൽ ഉള്ള പല സൗകര്യങ്ങളും നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുകയില്ല. ഈ സുരേഷ് ഗോപി പറഞ്ഞ ഈ അഭിപ്രായം എത്രയോ കാലമായിട്ട് ഞാൻ കേരളത്തിലെ പൊതുവേദികളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറയുന്നതും സുരേഷ് ഗോപി പറയുന്ന വലിയ വ്യത്യാസം ഇത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന ധാരണ തിരിഞ്ഞു പോകും എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് EMS നമ്പൂതിരിപ്പാടിൻ്റെ 57 മന്ത്രിസഭ മുതൽക്ക് പിണറായി വിജയൻ്റെ 2024-25 എത്തി നിൽക്കുന്ന മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചാത്തൻ മാസ്റ്റർ മുതൽക്ക് കേളു വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യവകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെ ഏതെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല? ഇത് ഞാൻ ചോദിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അർത്ഥം മനസ്സിലാവും. ഇതിന് ഒരു അപവാദമേ ഉള്ളൂ. അത് 1982 തൊട്ട് 87 വരെ ഉണ്ടായിരുന്ന മിനിസ്ട്രിയിൽ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ഇരുന്ന അദ്ദേഹം നേരിട്ട് പട്ടികജാതി ക്ഷേമ വകുപ്പ് ഭരിച്ചു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വേറൊരു സത്യം കൂടി ഞാൻ പറയാം. കരുണാകരൻ്റെ ഭരണകാലത്താണ് പട്ടികജാതിക്കാർ ഇന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും അവർക്ക് അനുഭവവേദ്യമാക്കി കൊടുത്തത്.